മാത്യു குழல்நாடனுக்கெதிராக சிபிஎம் மாவட்ட கமிட்டி சின்னக்கானலில் அதிகமுள்ள பூமியை விட்டுக் கொடுக்க தயாராக வேண்டும் என்று சிபிஎம் இடுக்கி மாவட்ட செயலாளர் சி.வி. வர்கீஸ் கையேட்டங்களை ഏറ്റെടുത്ത് പാവങ്ങൾക്ക് വിനിയോഗം செய்ய வேண்டும் என்றுം சி.வி. വർഗീസ്. ആ ഭൂമി സർക്കാർ തിരിച്ചെടുത്ത് പൂരഹിതരായ ഈ ജില്ലയിലെ ആൾ കൊടുക്കണം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ പൂരഹിതരായ ആളുകൾക്ക് ആ ഭൂമി വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് ഗവൺമെൻറ് എടുക്കണം. മാത്യു കുഴൽനാടൻ അന്തസ്സുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഭൂമി സർക്കാരിൻ്റെ ഭൂമി എൻ്റെ കൈവശമുണ്ടെങ്കിൽ ഞാനത് വിട്ടുകൊടുക്കുമെന്നാണ് പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ ധാർമ്മികമായ ബോധ്യത്തിൻ്റെ അന്തസ്സാണ് കാണിച്ചതെങ്കിൽ അതിൽ പറയേണ്ടത് ഞാൻ ഈ ഭൂമി അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് അധികൃതമായിട്ടുണ്ടെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. എന്താ പറയണത്? അറിയാതെ കയ്യാലെ കിട്ടിയതാണ്, നിലവിൽ കിടന്നത് ഞാൻ പുതുക്കിയതാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അപ്പോൾ പച്ചയായ കയ്യേറ്റമല്ലേ? ആ കയ്യേറ്റത്തെ അനുസരിച്ച് നിലപാടെടുക്കട്ടെ, ഗവൺമെൻറ് എടുക്കട്ടെ, സർക്കാർ ഏറ്റെടുക്കട്ടെ. ആ ഭൂമി ഏറ്റെടുത്ത് പൂരഹിതരായ ജില്ലയിലെ ആൾ കൊടുക്കണം എന്ന അഭിപ്രായം ഞങ്ങൾക്കുള്ളത്. ഈ കയ്യേറിയിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തോളാം അദ്ദേഹത്തിന് അറിയാമല്ലോ. ഇപ്പം ഭൂമി കയ്യേറിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആരെ അറസ്റ്റ് ചെയ്യാനെന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ. അനധികൃതമായ ഭൂമി കയ്യേറിയാൽ ആ ഭൂമി കയ്യേറിയത് സർക്കാർ തിരിച്ചെടുക്കല്ലാതെ അങ്ങനെ ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അറസ്റ്റ് ചെയ്യരുതെന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ. അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഇതിനകത്തില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞത്. അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പില്ലെന്നുള്ളത് മാത്യു കൊടുത്താണ് അറിയാമല്ലോ. അനധികൃതമായ ഭൂമി കയ്യേറി സർക്കാർ ആ ഭൂമിയുടെ നടപടി ആ ഭൂമി തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. ആ തിരിച്ചെടുക്കുക എന്നുള്ളതാകുമ്പോൾ പിന്നെ മാത്യു കുഴൽനാടനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം വലിയ പ്രമുഖനായ അഡ്വക്കേറ്റ് അല്ലേ. അതുകൊണ്ട് പുള്ളിക്കറിയാം അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത. അതുകൊണ്ട് പുള്ളി അറസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞത്. അദ്ദേഹം മാന്യതയുള്ള ആളാണെങ്കിൽ, താൻ പറയുന്നതിനകത്ത് അന്തസ്സുണ്ടെങ്കിൽ മാത്യു കുഴൽനാടൻ ആ സർക്കാരിൻ്റെ 1 ഇഞ്ച് ഭൂമി എൻ്റെ കൈവശം ഉണ്ടെങ്കിൽ വിട്ടുകൊടുക്കുമെന്ന് പറയട്ടെ. വിട്ടുകൊടുക്കാൻ അദ്ദേഹം അളക്കട്ടെ. അദ്ദേഹം അളന്നിട്ട് ഇതേ ഇത്ര ഭൂമി എൻ്റെ കയ്യിലുണ്ട് കൊടുക്കാമെന്ന് പറയട്ടെ. ആ ന്യായമല്ലോ പറയണത്. അത് അറിയാതെ അതിനെ മതിൽ കെട്ടിയെന്ന് പറയുന്നതിന് എന്ത് ന്യായം? അറിയാതെ അതിനെ മതിൽ കെട്ടുമോ? ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ ഒരു ഇതല്ലല്ലോ. അതെ, അളന്ന് നോക്കണമല്ലോ. അതിൽ കെട്ടുന്നതിന് മുമ്പ് അളക്കണമല്ലോ. 1. 2, ഒരു സാധാരണ തലത്തിൽ ഒരു വേലി കെട്ടണമെങ്കിൽ ഏതൊരാളും തന്നെ അതിനെ അളന്ന് വെച്ചില്ലേ കിട്ടുള്ളൂ. ഇത് മതില കെട്ടിയിരിക്കുന്നത് കണ്ടില്ലേ? വലിയ മതില കെട്ടിയിരിക്കുന്നത്. നിങ്ങളൊക്കെ പോയി റിപ്പോർട്ട് ചെയ്തു. ആ മതില കെട്ടിയിരിക്കുന്നത് സംരക്ഷണ ഭിത്തിയാണല്ലോ, മതിലല്ലേ. മാത്യു കുഴൽനാടനേക്കാൾ 3 ഇരട്ടി പൊക്കത്തിലാണ് സംരക്ഷണ ഭിത്തി കിട്ടുന്നത്. മാത്യു കുഴൽനാടൻ എൻ്റെ കീഴിൽ നിൽക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. പുള്ളിയേക്കാൾ ഒരു 3 ഇരട്ടി പൊക്കത്തിലല്ലേ കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ ധാർമ്മികതയുടെ പ്രശ്നമാണ്. ഒരു പൊതുപ്രവർത്തകൻ്റെ കാര്യത്തിലൊക്കെ വാചകം മാത്രമേ ഉള്ളൂ, ഒരു ധാർമ്മികതയില്ല. മാത്യു കുഴൽനാടന് നല്ല വാചകമുണ്ട്, ധാർമ്മികതയില്ല. ധാർമ്മികതയുണ്ടെങ്കിൽ പിറ്റേ ദിവസം 24 മണിക്കൂറിനുള്ളിൽ ആ ഭൂമി ഇട്ട് കൊടുക്കുമെന്ന് പറയണം. സർക്കാരിന് തിരിച്ചെടുക്കാമെന്ന് പറയണം. ശരിയല്ലേ? ചെയ്തില്ലല്ലോ. പിന്നെ അതിനറിയാതെ വേലി കെട്ടി പതിര് കെട്ടി എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഒരു കാര്യമില്ല. അവിടെ മാത്യു കുഴൽനാടൻ്റെ ഭൂമി സർക്കാർ ഏറ്റെടുക്കണം. അത് പാവപ്പെട്ട ഭൂരഹിതരായ ആൾ കൊടുക്കണം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം.